ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി. ഫോൺ 8075677339 8590630709. അകമല ജനവാസ മേഖലയിലെ കാട്ടാനയെ തുരത്താൻ നടപടിയുമായി വനംവകുപ്പ്. ഡിഎഫ്ഒ രവികുമാർ മീണ IFSന്റെ നേതൃത്വത്തിൽ 42 അംഗ സ്പെഷ്യൽ ടീം അകമല കുഴിയോട് വനമേഖലയിൽ പരിശോധന നടത്തി. 4 ടീമുകളായി തിരിഞ്ഞാണ് അകമല കുഴിയോട് വനമേഖലയിൽ പരിശോധന നടത്തിയത്. തോക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായാണ് വനപാലകർ കാടുകയറി പരിശോധന നടത്തുന്നത്. ജനവാസ മേഖലയിലെ നാശനഷ്ടങ്ങൾക്ക് പുറകിൽ സ്ഥിരമായി എത്തുന്ന ഒറ്റയാനെന്നാണ് വനപാലകർ പറയുന്നത്. ആനത്താരകൾ കേന്ദ്രീകരിച്ച് ട്രാക്ക് ചെയ്യുവാനും ആനകളെ തിരികെ ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കുവാൻ വനമേഖലകളിൽ ട്രെഞ്ചുകൾ ഉൾപ്പെടെ സ്ഥാപിക്കുന്നത് അധികൃതരുടെ പരിഗണനയിലുണ്ടെന്ന് വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ B. അശോക് രാജ് പറഞ്ഞു. നിലവിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ പ്രയോജനമില്ലെന്നും എന്നാൽ വേനൽ അടുക്കുന്നതോടെ ആകാശ നിരീക്ഷണവും സാധ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ ഒരു സിംഗിൾ ആനയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒന്നിൽ കൂടുതലുള്ള ആനകളുടെ കൂട്ടങ്ങൾ വന്നിരുന്നുവെങ്കിലും അവരിപ്പോൾ പ്രദേശത്ത് പ്രത്യക്ഷമാകുന്നില്ല. നിരന്തരമായി ഡ്രൈവ് ചെയ്തതിനെ തുടർന്ന് അവരിവിടുന്ന് പീച്ചി മേഖലയിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു ഒറ്റയാനാണ് സ്ഥിരമായി ഈ പ്രദേശങ്ങളിൽ കടന്നു വരികയും കൃഷി നശിപ്പിക്കുകയും ചെയ്തത്. മനുഷ്യരുടെ ജീവന് കാര്യമായ ഭീഷണി ഉയർത്തുന്നില്ലെങ്കിലും കാർഷിക വിളകൾക്ക് വലിയ നഷ്ടം തന്നെയാണ് ഈ ആന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ആധുനികമായ മാർഗ്ഗങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നിലവിലിപ്പോൾ നമുക്ക് ഡ്രോൺ ഉപയോഗിക്കാൻ ചില പരിമിതികളുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു മൺസൂൺ സീസണിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് കൊണ്ട് കൂടുതൽ ഷെയ്ഡുണ്ട്, മരങ്ങളിൽ കൂടുതൽ ഇലച്ചാർത്തുകൾ ഉള്ളതുകൊണ്ട് നമുക്കത് ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും ഈ വേനൽക്കാലം മൂർധന്യത്തിലെത്തുന്നതോടുകൂടി ഡ്രോൺ കൂടി ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. അതിനുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്, അറേഞ്ച്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. നമ്മളതിനായി ഒരു ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ലേറ്റസ്റ്റായിട്ട് അവർ എവിടെ എത്തിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് മൊബൈലിൽ കിട്ടുന്നുണ്ട്, അതും കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ശനിയാഴ്ച രാവിലെ 7 മണിക്ക് ആരംഭിച്ച പരിശോധന 6 മണിക്കൂർ പിന്നിട്ടെങ്കിലും ഒറ്റയാനെ കണ്ടെത്താനായിട്ടില്ല എന്ന് വനപാലകർ അറിയിച്ചു. 3 ആഴ്ചത്തെ ഒരുക്കത്തിന് ശേഷമാണ് ആനയെ തുരത്തുവാനുള്ള ഓപ്പറേഷന് തുടക്കം കുറിച്ചത്. മാതമംഗലം, പട്ടിക്കാട്, വാഴാനി, എളനാട്, വടക്കാഞ്ചേരി, മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും വാഹനങ്ങളുമാണ് ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നത്. ശനിയാഴ്ചത്തെ ഓപ്പറേഷൻ ഉച്ചയോടുകൂടി അവസാനിപ്പിച്ചു. റെയിൽവേ മേഖലയിൽ കൂടുതൽ വാച്ചർമാരെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ R. ആനന്ദ്, വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ B. അശോക് രാജ്, പ്രൊബേഷണറി റേഞ്ച് ഓഫീസർമാരായ ലുതീഷ്, സൗമ്യ, ഷിനു, വാഴാനി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P. വിനോദ്, ഫോറസ്റ്റ് വെറ്ററിനറി സർജൻ മിഥുൻ തുടങ്ങിയവരും ഓപ്പറേഷനിൽ പങ്കെടുത്തു. ഈ അടുത്ത സമയത്ത് റെയിൽവേ ലൈനിലടക്കം ആനയും പ്രത്യക്ഷപ്പെട്ടതായിട്ട് വിവരം ലഭിക്കുകയും ആനപ്പിണ്ടം ഒബ്സർവ് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു 3 ആഴ്ചക്കാലമായിട്ട് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് വിശദമായി ആലോചിച്ചിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കിയപ്പോൾ ഒരു 42ഓളം സ്റ്റാഫ് 4 സംഘങ്ങളായിട്ട് തിരികെയുണ്ട്. ഈ 4 സംഘങ്ങളിൽ ഒരു സംഘം ഫോറസ്റ്റ് വെറ്റിനറി സർജൻ്റെ നേതൃത്വത്തിൽ ഈ വൈൽഡ് എലഫൻറ്റിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചു വരുന്നത്. ബാക്കിയുള്ള 3 സംഘങ്ങൾ അവർ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ദൂരേക്ക് ഡ്രൈവ് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസിലാണ് അവർ നീങ്ങിയത്. ഇവരുടെ കയ്യിൽ 5 തോക്കുകളും മറ്റ് ആയുധങ്ങളും കരുതിയിട്ടുണ്ട്. VCB ന്യൂസ്, അകമല.